ഈ ക്രൂവിന് എന്താ പേടിച്ച് തലച്ചിട്ട് 24 വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ ഒരു സിനിമ ദേവദൂതൻ. അല്ല, ഇത് ഒരു ആദ്യ സിനിമയായിട്ട് ചെയ്യാനായിട്ട് തയ്യാറാക്കിയ ഒരു കഥയാണ്. അത് എൻ്റെ ആദ്യത്തെ സിനിമയായിട്ട് ഒരു കാലത്ത് ഈ സിനിമ കാണാൻ ഒരു പ്രിപ്പയർഡ് അല്ലാത്തൊരു ഓഡിയൻസ് ആണ് എന്നുള്ളതൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. സന്ദർഭവശാലും അത് കളക്ട് ചെയ്യുന്നു, ഹിറ്റാവുന്നു, ചിലപ്പോൾ ഫ്ലോപ്പാവുന്നു, അതൊക്കെ ഇതിലുള്ളതാണ്. ഇതിനകത്തൊരു ഈ സ്കെൽറ്റൻ്റെ കൈ അത് ഉരുകി പോകുന്നുണ്ട്. ഇന്നത്തെ കാലത്താണ് നമ്മളത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. അന്ന് നമ്മളത് വളരെ ആലോചനകൾ അതിൻ്റെ പുറകിലുണ്ട്. ഇപ്പൊ നിഖിൽ മഹേശ്വർ എന്ന് പറയുന്ന ക്യാരക്ടർ ഓർമ്മിക്കപ്പെടാനും ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇപ്പം എനിക്ക് ഇരിക്കാനും സാധിക്കുന്നത് വെൽ റിട്ടൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാവുകയും അത് വളരെ രസകരമായിട്ട് സിബി അത് ആ ക്യാരക്ടറിനെ സിനിമയിലേക്ക് കൊണ്ടുവരികയും ചെയ്തതുകൊണ്ടാണ്. ആൽബർട്ടോ എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടറായിട്ട് മുരളി സാർ തന്നെ ചെയ്താൽ മതി എന്നുള്ളൊരു തീരുമാനം മുമ്പേ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ മുരളിയാണ് ഫസ്റ്റ് ചോയ്സ് വന്നത്. ഞാൻ വിളിച്ചാൽ മുരളി അവിടെ ഉണ്ട്. അത് ലൈറ്റില്ലെങ്കിൽ ഉണ്ടാക്കി വരുന്നൊരു സൗഹൃദമുണ്ട് ഞങ്ങൾക്ക് തമ്മിൽ. അപ്പൊ ഈ വിശാൽ കൃഷ്ണമൂർത്തിയിലേക്ക് എങ്ങനെയാണ് മോഹൻലാലിനെ ഒന്ന് പോർട്രേറ്റ്? അല്ല, മോഹൻലാൽ ചോദിച്ചു മേടിച്ചാണിത്. ഹായ് ഹലോ, ദിസ് ഇസ് അരവിന്ദ് ജോഷി. 24 വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ ഒരു സിനിമ ദേവദൂതൻ. മലയാളത്തിലെ തന്നെ മികച്ച ക്ലാസിക്കുകളിൽ ഒന്നെന്ന് എക്കാലത്തും വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സിനിമ ഈ വരുന്ന 26-ാം തീയതി പ്രേക്ഷകർക്ക് മുന്നിൽ വീണ്ടും എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി അതിൻ്റെ ക്രൂ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. ഹായ് സാർ. ഹായ് സാർ. ഹലോ വിനിത. അപ്പോൾ സാർ, 24 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെയുള്ള എക്സ്പെരിമെൻ്റൽ സിനിമകളെ അക്സെപ്റ്റ് ചെയ്യാൻ പരുവപ്പെടാത്തൊരു പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമ്മൾ ദേവദൂതൻ പോലുള്ള ഒരു കഥ അവതരിപ്പിക്കുന്ന സമയത്ത് അതങ്ങനെ ആ ഒരു പ്രൊജക്ട് ഓണാക്കാനുള്ള സാറിൻ്റെ ഒരു കൺവിക്ഷൻ എന്തായിരുന്നു? അല്ല, ഇത് ഒരു ആദ്യ സിനിമയായിട്ട് ചെയ്യാനായിട്ട് തയ്യാറാക്കിയ ഒരു കഥയാണ്. അത് എൻ്റെ ആദ്യത്തെ സിനിമയായിട്ട്. പക്ഷെ അത് അന്ന് സംഭവിച്ചില്ല. പക്ഷെ നമുക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വളരെ ആത്മവിശ്വാസത്തോടെയാണല്ലോ നമ്മളൊരു കഥ കണ്ടെത്തുക. അപ്പോൾ അത് ആ ആത്മവിശ്വാസം എനിക്ക് 18 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതിനെപ്പോലെ ഒരു പ്രൊഡ്യൂസർ അങ്ങനെ ഒരു വ്യത്യസ്തമായ സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചു വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ചത് ഈ കഥയാണ്. അദ്ദേഹത്തിനും അത് ഇഷ്ടപ്പെട്ടു. അപ്പം ആ പ്രൊഡ്യൂസർക്കും ഒരു കോൺഫിഡൻസ്, എന്നെ സംബന്ധിച്ചോളം ആദ്യം ഒരു കൺവിക്ഷൻ ഉണ്ടാകുന്നത് പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്ന് ഒരു അക്സെപ്റ്റ് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല. സിയാദ് തന്നൊരു കോൺഫിഡൻസാണ് നമ്മൾ ഈ സിനിമ അന്ന് 2000 ചെയ്യാൻ കാരണം. പക്ഷേ അത് നമ്മൾ പ്രതീക്ഷിച്ചൊരു പ്രതികരണം തിയേറ്ററിൽ ഉണ്ടായില്ല എന്നുള്ളത് അതാണല്ലോ ഇപ്പോൾ യാഥാർത്ഥ്യം. അത് അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. ഇത് നിരാകരിക്കപ്പെടുമെന്നും തള്ളിക്കളയുമെന്നും പ്രേക്ഷകർ ഒരു കാലത്ത് ഈ സിനിമ കാണാൻ ഒരു പ്രിപ്പയർഡ് അല്ലാത്തൊരു ഓഡിയൻസ് ആണ് എന്നുള്ളതൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഇത് നമുക്കറിയാം, രഘുനാഥ് സാർ ഒരു നോവലിസ്റ്റും കൂടിയാണ്. ഇപ്പോൾ ഒരു നോവലിൽ ഇതുപോലൊരു മ്യൂസിക്കൽ ഫാൻറ്റസി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വിഷയം അവതരിപ്പിക്കുന്ന സമയത്ത് ഒരു റൈറ്ററുടെ ലിബർട്ടി വെച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള ഫാൻറ്റസി എഴുത്തിലൂടെ ആൾക്കാരിലേക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ അതൊരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ എന്ന നിലയ്ക്ക് വരുമ്പോൾ അതൊരു സിനിമയാക്കുന്ന സമയത്ത് എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് സാറ് എടുത്തിട്ടുള്ളത്? നമ്മുടെ സിനിമയുടെ സാങ്കേതിക സാഹചര്യങ്ങൾ ഇത്രമാത്രം മുന്നോട്ട് പോയിട്ടില്ലാത്തൊരു കാലഘട്ടത്തിലാണ്. ഇപ്പോൾ VFX പോലെയൊക്കെയുള്ള സാങ്കേതികതകൾ ആ സമയത്ത് ജസ്റ്റ് വന്നു തുടങ്ങിയുള്ളൂ. അതിൻ്റെ ഒരു പ്രാരംഭ ഘട്ടത്തിലൊക്കെയാണ്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് അത്തരം സാധ്യതകളൊക്കെ ഏറ്റവും പരിമിതമായ ഒരു അതിൻ്റെ ശൈശവദശയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അന്ന് അവൈലബിൾ ആയിട്ടുള്ള അത്തരം സാങ്കേതികതകളൊക്കെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്നത്തെ പരിമിതി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത് ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതലായിട്ട് എൻഹാൻസ്ഡ് ആയിട്ട് ഈ ഒരു മിസ്റ്ററി എലമെൻറ്റിനൊക്കെ കുറച്ചും കൂടെ നല്ല രീതിയിൽ സ്ക്രീനിൽ കൊണ്ടുവരാൻ കഴിയും. കാരണം ഇന്ന് ഒരു എഴുത്തുകാരൻ മനസ്സിൽ സങ്കല്പിക്കുന്നതിനെയെല്ലാം ഒരു സംവിധായകന് അതിൻ്റെ പൂർണ്ണമായിട്ടും സ്ക്രീനിൽ കൊണ്ടുവരാനുള്ള സാങ്കേതികപരമായ ഒരു പിൻബലം ഇന്നുണ്ട്. അന്നതില്ലാത്ത സമയത്ത് നമ്മൾ പലപ്പോഴും ഇതിനകത്ത് ചില ഫിസിക്കലായിട്ടുള്ള രീതിയിലും ഇപ്പം ഇതിനകത്തൊരു ഈ സ്കെൽറ്റൻ്റെ കൈ അത് ഉരുകി പോകുന്നുണ്ട്. ഇന്നത്തെ കാലത്താണ് നമ്മളത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. അന്ന് നമ്മളത് വളരെ ആലോചനകൾ അതിൻ്റെ പുറകിലുണ്ട്. അതൊരു
ടെക്നിക്കലായിട്ടുള്ള മറ്റ് സാധ്യതകൾ ഉപയോഗിച്ചാണ് ഒരു ഇലക്ട്രിക് വയറൊക്കെ കണക്ട് ചെയ്ത് അങ്ങനെയാണ് ചെയ്തത്. അത് അത്തരം ഇൻപുട്സ് കൊണ്ട് അത് അങ്ങനത്തെ ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു ആർട്ട് ഡയറക്ടർ നമുക്കുള്ളത് സാധ്യമായി. അതുപോലെ പല എലമെൻറ്റ്സും നമുക്കിതിലേക്ക് കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. ഇതിനെ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യുന്നൊരു സാധ്യത ഇന്നുണ്ട്. ഇന്നിപ്പോൾ ഇത്തരത്തിലുള്ള സിനിമ എടുക്കുകയാണെങ്കിൽ ആ രീതിയിൽ കുറേ കൂടെ നമുക്ക് വിശ്വസനീയമായ രീതിയിൽ തന്നെ ഈ സാങ്കേതികതകൾ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. അടുത്തത് എനിക്ക് സിയാൻ സാറിനോടാണ് ചോദിക്കാനുള്ളത്. ഈ പറഞ്ഞ പോലെ ആ ഒരു സമയം ഈ 2000 കാലഘട്ടം എന്ന് പറയുമ്പം ഇങ്ങനൊരു കഥ അവതരിപ്പിക്കുന്ന സമയത്ത് ഈ സിനിമയ്ക്ക് ഒരു എസ്തെറ്റിക് വാല്യൂ അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റ് എന്നതിലുപരി ബിസിനസ് എന്ന് പറഞ്ഞൊരു സംഭവം എല്ലാ സിനിമകൾക്കും ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു സമയം ഇതുപോലൊരു സിനിമ എടുത്ത് ചെയ്യാൻ സാറിനുണ്ടായ ഒരു പ്രചോദനമാണ്? ഞാൻ എപ്പോഴും സബ്ജക്റ്റിൻ്റെ പുറകെ സഞ്ചരിക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ് ഞാൻ. ബിക്കോസ് അതിൻ്റെ കളക്ഷൻ ആസ്പെക്റ്റ് അല്ല ഞാനൊരു സബ്ജക്റ്റിൽ കാണുന്നത്. സന്ദർഭവശാലും അത് കളക്ട് ചെയ്യുന്നു, ഹിറ്റാവുന്നു, ചിലപ്പോൾ ഫ്ലോപ്പ് ആവുന്നു, അതൊക്കെ ഇതിലുള്ളതാണ്. പക്ഷേ ഞാൻ സമറിൻ ബത്തലേം എന്ന് പറഞ്ഞ പടം സിബിസാറായിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആവശ്യപ്പെട്ട ഒരു സംഭവം, എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറിട്ട് നിൽക്കുന്ന ഒരു സിനിമ വേണം. അതിലാണ് ഈ ഡിസ്കഷൻ മുഴുവനും വന്നത്. അതിൻ്റെ ഒരു ഫർദർ ഡെവലപ്മെൻറ്റ്സിലാണ് മോഹൻലാൽ വരുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ വിദ്യാസാഗറിനെ ഞങ്ങൾ ഫിക്സ് ചെയ്തിരുന്നു. ബിക്കോസ് ഞങ്ങൾ രണ്ടുപേരുടെയും പടങ്ങൾ വിദ്യാസാഗർ ചെയ്തിരുന്നു. ആ നല്ല റിലേഷൻഷിപ്പാണ്, ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ലെവലിൽ അദ്ദേഹത്തിന് മോഹൻലാലിനെ കാസ്റ്റിങ്ങിന് മുമ്പ് തന്നെ റെക്കോർഡിങ് മറ്റേ കമ്പോസിങ് നടന്നിരുന്നു. പിന്നെ രഘു ഞങ്ങൾ രണ്ടുപേരും കോമൺ ഫ്രണ്ടാണ്. അങ്ങനെ ഒരു കൂട്ടുകെട്ടിൻ്റെ പുറത്തുണ്ടാക്കിയ ഒരു സിനിമയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു സിനിമയും ഞാൻ എടുക്കുന്നത് ബിസിനസ് സക്സസ് എന്നുള്ള ആസ്പെക്റ്റിലല്ല. ഇറ്റ് മസ്റ്റ് ബി ഒരു വടിക്കുള്ള ഒരു പൊട്ടൻഷ്യലുള്ള സിനിമയായിരിക്കണം എന്നുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ സിനിമാ ജീവിതത്തിൽ 85-ൽ തുടങ്ങിയ സിനിമാ ജീവിതത്തിൽ എൻ്റെ സിനിമകളെല്ലാം തന്നെ ഫോക്കസ് എന്നുള്ള ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ആ ഒരു കാഴ്ചപ്പാടില്ല, അത് കളക്ട് ചെയ്തുകൊണ്ട് മാത്രമല്ല, അതിന് അതിൻ്റെയായിട്ടുള്ള ഒരു പൊട്ടൻഷ്യലുണ്ട്. ആ ഒരു പൊട്ടൻഷ്യൽ വെച്ചിട്ടാണ് ആൾക്കാർ ആ സിനിമ ഇഷ്ടപ്പെടുന്നത്. പ്ലസ് അതിൻ്റെ കളക്ഷനും ഉണ്ടാകാം. അപ്പം നാച്ചുറലി അതിൻ്റെ പുറകിലാണ് എൻ്റെ സഞ്ചാരം. ഞാനൊരു അന്യനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറായിട്ട് സെറ്റ് ചെയ്ത് മാറിയിരിക്കാറില്ല. അതുപോലെ വിനീതേട്ടനൊക്കെ വരികയാണ്. അപ്പം ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ദേവദൂതനിലെ നിഖിൽ മഹേശ്വർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം കരിയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രമാണ്. അപ്പം ഈ ഒരു കഥാപാത്രം വളരെ ചെറുപ്പത്തിലാണ് ചേട്ടൻ്റെ അടുത്തോട്ട് വരുന്നത്. അപ്പം ഈ കഥാപാത്രത്തെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ഒരു നടൻ എന്ന നിലയിൽ ചേട്ടൻ എടുത്തിട്ടുള്ളത്? അങ്ങനെ ഒരു പ്രിപ്പറേഷൻ എടുക്കാനുള്ള രീതിയിലുള്ള ഒരു ഇൻഫർമേഷനോ അല്ലെങ്കിൽ ക്യാരക്ടർ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് ആദ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ സിബ്സാറിൻ്റെ സിനിമകൾ ഞാൻ അതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഭരതവും ദശരഥൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ആ കാലഘട്ടത്തിലും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരു ആക്ടറിനേക്കാൾ കൂടുതൽ കൺവിക്ഷനുള്ള വളരെ അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഡയറക്ടറും അത് വളരെ നന്നായിട്ട് ക്രാഫ്റ്റ് ചെയ്ത് എഴുതിയിട്ടുള്ള ഒരു റൈറ്ററും ഉണ്ടാകുമ്പോൾ അവർക്ക് എന്താണോ വേണ്ടത് അതിനെ നമ്മളൊരു സപ്പോർട്ടീവ് ആവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു ടൂളായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ആക്ടർ എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ എൻ്റെ ഇപ്പോൾ നിഖിൽ മഹേശ്വർ എന്ന് പറയുന്ന ക്യാരക്ടർ ഓർമ്മിക്കപ്പെടാനും ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ എനിക്ക് ഇരിക്കാനും സാധിക്കുന്നത് വെൽ റിട്ടൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാവുകയും അത് വളരെ രസകരമായിട്ട് സിബിസാർ അത് ആ ക്യാരക്ടറിനെ സിനിമയിലേക്ക് കൊണ്ടുവരികയും ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നടത്തിയ പ്രിപ്പറേഷനേക്കാൾ കൂടുതൽ ഇവർ നടത്തിയ പ്രിപ്പറേഷനാണ് ആ ക്യാരക്ടർ ഇന്നും ഓർക്കാൻ കാരണമായിട്ടുള്ളത്. 2 വിദ്യാജിയുടെ വളരെ മനോഹരമായിട്ടൊരു മ്യൂസിക് ഉണ്ട്. അത് ആ സിനിമയെ ടോട്ടലി ആ ക്യാരക്ടറിനെയും ആ ക്യാരക്ടറിൻ്റെ നിഖിൽ മഹേശ്വറിൻ്റെ പ്രണയത്തെയും ആളുകളിലേക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ കൈതപ്രൻ സാറിൻ്റെ വരികളുണ്ട്. അങ്ങനെ ഈ എല്ലാ സപ്പോർട്ടീവ് എലമെൻസും വന്നപ്പോഴാണ് അതിനകത്ത് എൻ്റെ എഫേർട്ട് ഈ കൂട്ടത്തിൽ ഏറ്റവും താഴെയാണ്. ആ സിനിമയെ ഏറ്റവും കൂടുതൽ എലിവേറ്റ് ചെയ്യാൻ സഹായിച്ച ഒരു കഥാപാത്രമാണ് നിഖിൽ മഹേശ്വർ. ആ ഒരു കഥാപാത്രത്തിലൂടെയാണ് സിനിമ സഞ്ചരിക്കുന്നത്. അല്ല, അതിന് പ്രിപ്പറേഷൻ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എനിക്ക് എൻ്റെ സൈഡിൽ നിന്നുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇവരെല്ലാം നടത്തിയിരിക്കുന്നത്. കാരണം സിബിസാർ 18 വർഷം മനസ്സിൽ കൊണ്ടു നടന്ന ഒരു എലമെന്റ് ആണ്. ആ എലമെന്റ് ആണ് ഈ ദേവദൂതനായിട്ട് അന്ന് 2000-ൽ ഇറങ്ങുന്നത്. അത് രഘുനാഥ് സാറുമായിട്ട് എത്രയോ കാലം ആലോചനകളും ഡിസ്കഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണ്. ഞാനിപ്പോൾ ഒരു ഫിലിം മേക്കറായി നിൽക്കുമ്പോൾ എനിക്കറിയാം എങ്ങനെയാണ് നമ്മളൊരു സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നത്, അതിനകത്തുള്ള ക്യാരക്ടറിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് കൊണ്ടുവരുന്നത്. ആ എഫേർട്ടൊക്കെ കഴിഞ്ഞ് അതിനകത്തൊരു ആക്ടർ വരുന്നത് ലാസ്റ്റ് മൊമെന്റിലാണ്. ആ മൊമെന്റിൽ കൂടുതൽ പ്രിപ്പറേഷൻ ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഇതിനകത്തൊരു ബ്ലൈൻഡ് ആണ് എന്നുള്ളത് കൊണ്ട് എൻ്റെ മനസ്സിൽ ചില ബ്ലൈൻഡ് ക്യാരക്ടേഴ്സൊക്കെ ഞാൻ ബ്ലൈൻഡായിട്ടാണ് അഭിനയിക്കുന്നത് അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നിരുന്നു.
പക്ഷെ അത് ആദ്യത്തെ ഒരു റിഹേഴ്സലിൽ തന്നെ സിബി സാർ എനിക്ക് പറഞ്ഞു തന്നു, ഇങ്ങനെയല്ല വേണ്ടത്, എനിക്ക് ഈ ക്യാരക്ടർ ഇങ്ങനെയാണ്, നിഖിൽ നടക്കുന്നത് ഇങ്ങനെയാണ്, നിഖിലിൻ്റെ നിഖിൽ തല ഉയർത്തിയിട്ട് അയാളുടെ നോട്ടം കണ്ണ് ഈ ലെവലിനും കുറച്ച് മുകളിലായിരിക്കും. അങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സാർ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കുറച്ച് വാക്കുകൾ. അതുകൊണ്ട് എനിക്കതിന് കൂടുതൽ പ്രിപ്പറേഷൻ എൻ്റെ ഭാഗത്ത് നിന്ന് വേണ്ടി വന്നിട്ടില്ല. സാർ, അത് ഈ കഥാപാത്രങ്ങളുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ചെറുപ്പം തൊട്ട് ഞാനൊക്കെ വളരെ ചെറുതായിരിക്കുമ്പോഴാണ് ഈ സിനിമ റിലീസ് ആവുന്നത്. ആ സമയം മുതൽ എനിക്ക് കാണുമ്പോൾ എന്നെ പേഴ്സണലി ഹോണ്ട് ചെയ്തൊരു കഥാപാത്രം ആൽബർട്ടോ എന്ന് പറഞ്ഞിട്ട് മുരളി സാർ ചെയ്തൊരു കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിൻ്റെ ഒരു സ്കെച്ച് തന്നെ അങ്ങനെയാണ്. കാര്യം അതിൽ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്തൊക്കെയോ ലെയറുകൾ ആ കഥാപാത്രത്തിലുള്ള പോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു രൂപരേഖ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തതെന്ന് പറയാൻ പറ്റും? നമ്മൾ ആദ്യം ഇത് എഴുതുമ്പോൾ തന്നെ, ആദ്യം 82 എഴുതുമ്പോൾ തന്നെ ആൽബർട്ടോ ഉണ്ടായിരുന്നു. അന്ന് ആൽബർട്ടോയ്ക്ക് ഈ കഥയിൽ കുറച്ചും കൂടെ സ്പേസ് ഉണ്ടായിരുന്നു. കാരണം അയാളുടെ കുതിരവണ്ടിയിലാണ് ഈ സ്ത്രീ അന്ന് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ആദ്യം തൊട്ട് ഇയാളെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ കണ്ട വേർഷനിൽ 2000 നമ്മൾ എടുത്ത വേർഷനിൽ ആൽബർട്ടോ കഥയുടെ ഒരു അവസാന ഘട്ടത്തിലേക്കാണ് നമ്മൾ ആൽബർട്ടോയെ സ്ക്രീനിൽ കൊണ്ടുവരുന്നത്. അയാൾക്കൊരു മിസ്റ്ററി ഉണ്ട്. അയാളൊരു രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ്. അയാൾ ഈ 30 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു ഇവൻറ്റിൻ്റെ ഭാഗമാണ്, ഒരു ക്രൈമിൻ്റെ ഭാഗമാണ് അയാളും കൂടെ ചേർന്ന് നടത്തപ്പെട്ട ഒരു ക്രൈം ഉണ്ടായിരുന്നു. അത് സൂക്ഷിച്ചു കൊണ്ടിരുന്നു. അയാളെ ജോലി ഏൽപ്പിച്ച അയാളുടെ ബോസിനോട് അയാൾ 100% ലോയലായിട്ടുള്ള ഒരു ആൾ കൂടിയാണ്. അയാളുടെ ഈ ബോസിൻ്റെ മരണശേഷവും ഇയാൾ ആ രഹസ്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ബോസിൻ്റെ മകളെ അയാൾ പറയുന്നുണ്ട്, ഡയലോഗുണ്ട്, അന്ന് ഞാൻ ഇവളുടെ കുതിരക്കാരനായിരുന്നു, ഇന്ന് ഞാൻ അവളുടെ കാവൽക്കാരനാണെന്ന് പറയുന്നുണ്ട്. ഒരു കാവലാളായിട്ട് അയാളുടെ യജമാനനായ ആ മരിച്ചുപോയ എലീനയുടെ ഫാദറിൻ്റെ വിശ്വസ്തനായിട്ട് ഇപ്പോഴും അയാൾ തുടരുന്നുണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഒരു ഷെയ്ഡ് അയാൾക്കുണ്ട്. പിന്നെ ഈ രഹസ്യം വെളിപ്പെടാൻ പാടില്ല എന്നുള്ളൊരു നിശ്ചയം അയാൾക്കുണ്ട്. കാരണം ഈ മകൾ അറിയാൻ പാടില്ല അച്ഛനാണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളൊരു ആളെന്നുള്ളത്. അപ്പം അയാൾ അതിന് വേണ്ടിയിട്ട് അയാൾക്കൊരു ദുർമന്ത്രവാദമൊക്കെ ഉള്ളൊരു മനുഷ്യനാണെന്ന് നമുക്ക് ഉള്ള സൂചന അയാളെ ആദ്യം കാണിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്. അയാളുടെ കഴുത്തിൽ ചില രക്ഷകളും കാര്യങ്ങളൊക്കെ അയാൾ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പം അത്തരത്തിൽ ഒരുപാട് ഡയമെൻഷനുള്ളൊരു ക്യാരക്ടറാണ് അയാൾ. പക്ഷേ അയാൾക്ക് വളരെ കുറച്ച് സ്ക്രീൻ സ്പേസേ ഉള്ളൂ. പക്ഷേ സിനിമയുടെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ അയാളെ കൊണ്ടുവരുന്നത്. കാരണം അയാൾ രംഗത്ത് വരുന്നതിന് തൊട്ട് മുമ്പത്തെ സീനിൽ മോഹൻലാൽ അല്ലെങ്കിൽ വിശാൽ കൃഷ്ണമൂർത്തിയുടെ കഥാപാത്രത്തിൻ്റെ ഒരു സ്വപ്നത്തിലേക്ക് ഒരു കുതിരവണ്ടി ഓടി വരികയാണ്. അത് അയാളെ ഇടിച്ചു എന്ന് തോന്നിയിട്ട് അയാൾ ഉറക്കത്തിൽ നിന്ന് ചാടി എണീക്കുകയാണ്. അടുത്ത രംഗത്തിൽ ഇയാൾ ഈ അന്വേഷിച്ച് വരികയാണ് ഈ കുതിരവണ്ടി എവിടെയാണെന്നുള്ളത്. അയാൾ അങ്ങനെ കണ്ടെത്തുകയാണ്. ഈ സ്ത്രീയുടെ വീട്ടിലെ ആ ഒരു ഷെഡിനകത്ത് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ക്യാരക്ടറിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇയാളുടെ ഈ കഥയിലെ ഈ കഥാപാത്രത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ പതുക്കെ നമ്മളിങ്ങനെ വെളിപ്പെടുത്തി കൊണ്ടുവരികയാണ്. അതിലൂടെ ആ കഥാപാത്രത്തിലൂടെ ഒരുപാട് കാലം സൂക്ഷിച്ചു വെച്ചതിന് രഹസ്യം വെളിപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പം അയാൾ എന്താണ്, നമ്മൾ ആദ്യം കാണുമ്പോൾ അയാൾക്കൊരു വല്ലാത്തൊരു മിസ്റ്ററി ഉണ്ട്. ഇയാൾ ആരാണ്, എന്താണ്, പതുക്കെ ഇയാൾ ആരാണെന്നുള്ള വെളിപ്പെടുകയും അത് ഈ കഥയുടെ ഏറ്റവും വലിയ രഹസ്യത്തെ ചുരുളഴിച്ചുകൊണ്ട് അയാൾ കടന്നു പോവുകയും ചെയ്യുന്നതാണ്. അത് ആക്ച്വലി മുരളി സാർ അന്ന് വരെ ചെയ്തതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് തോന്നിയിട്ടുണ്ട്. അത് മുരളി സാർ തന്നെ ചെയ്താൽ മതി എന്നുള്ളൊരു തീരുമാനം മുമ്പേ ഉണ്ടായിരുന്നോ? കഥ പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് ഈ ഒരു കഥാപാത്രം എഴുതപ്പെട്ട് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഒരുമിച്ചുള്ളൊരു ഊട്ടിയിലേക്കുള്ളൊരു കാർ യാത്രക്കിടയിലാണ് ഇങ്ങനെ ഡിസ്കഷൻ വന്നത്. ബാക്കിയെല്ലാം കഥാപാത്രങ്ങളെയൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ മുരളിയുടെ ഈ ആൽബർട്ടോയുടെ ക്യാരക്ടർ ആര് വേണമെന്നുള്ളപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ മുരളിയാണ് ഫസ്റ്റ് ചോയ്സ് വന്നത്. അപ്പോൾ അവിടെ വണ്ടിയിലിരുന്ന് തന്നെ ഞാൻ അന്ന് മുരളിയെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനൊരു മൂവി ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇങ്ങനൊരു ക്യാരക്ടറുണ്ട്, നിങ്ങൾ ഇത്ര ദിവസം വേണം എന്ന് പറയും. എന്താണ് ക്യാരക്ടർ എന്നോ കഥയൊന്നും മുരളി എൻ്റെ അടുത്ത് ചോദിക്കാറില്ല. ഞാൻ വിളിച്ചാൽ മുരളി അവിടെ ഉണ്ട്. അത് ഡേറ്റില്ലെങ്കിൽ ഉണ്ടാക്കി വരുന്നൊരു സൗഹൃദമുണ്ട് ഞങ്ങൾക്ക് തമ്മിൽ. അപ്പോൾ പുള്ളി വന്നൊക്കെ എന്നാ പറയണ്ടെന്ന് പറഞ്ഞേക്കും, നമ്മൾ എത്ര ദിവസം എന്ന് ചോദിച്ചു. അങ്ങനെ എത്തുകയാണ്. അവിടെ വന്ന ശേഷമാണ് മുരളി എന്താണ് ക്യാരക്ടർ എന്ന് മനസ്സിലാകുന്നത്, അതിൻ്റെ അപ്പിയറൻസ് എന്താണ്, അതിൻ്റെ ആ കഥാപാത്രത്തിൻ്റെ എന്താണ്, അതിൻ്റെ ലേയേഴ്സൊക്കെ അവിടെ വന്ന ശേഷമാണ് അയാൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ മുരളി
ഞാനുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ അപ്പുറത്തേക്ക് മുരളിക്ക് എൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നതിന് വേറൊരു കണ്ടീഷൻസും ഇല്ല എന്നുള്ളതാണ്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ സാറ് നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ദശരഥം പോലത്തുള്ളൊരു സിനിമ ഒരു നടൻ്റെ ക്ലോസപ്പിൽ വെച്ച് അവസാനിപ്പിക്കാൻ എനിക്ക് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ആ നടൻ മോഹൻലാലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ വിശാൽ കൃഷ്ണമൂർത്തിയിലേക്ക് എങ്ങനെയാണ് മോഹൻലാലിനെ ഒന്ന് പോർട്രേ ചെയ്യുന്നത്, മോഹൻലാൽ സാറിനെ ഈ ഒരു ക്യാരക്ടറിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ഇല്ല, മോഹൻലാൽ ചോദിച്ചു മേടിച്ചാണിത്. അത് അദ്ദേഹം ഈ കഥ യാദൃശ്ചികമായിട്ട് കേൾക്കാനിടയപ്പം ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിക്കുകയായിരുന്നു പ്രൊഡ്യൂസറുടെ അടുത്ത്. പ്രൊഡ്യൂസർ നമ്മളോടൊന്ന് ഷെയർ ചെയ്യുമ്പോഴും നമ്മൾ വേറൊരു രീതിയിൽ ഇതിനെ കൺസീവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു ക്യാമ്പസിലെ ചെറുപ്പക്കാരുടെ കഥയായിട്ട് കൺസീവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ മോഹൻലാൽ ഇങ്ങോട്ടേക്ക് വരികയും അങ്ങനത്തെ ഒരു വലിയ ആക്ടർ ഇതിനകത്തോട്ടേക്ക് വരികയും ചെയ്യുമ്പോഴത്തേക്ക് അതിനെ പരിഗണിക്കേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ടാവുകയാണ്. അതിനകത്ത് റെഫ്യൂസ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ എങ്ങനെയാണ് മോഹൻലാലിനെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് പിന്നത്തെ ആലോചന. നമ്മൾ എഴുതി വെച്ചതൊക്കെ മാറ്റി മോഹൻലാലിനെയും കൂടെ ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ അതിനകത്ത് വരുത്തി ചേർക്കുകയായിരുന്നു. പക്ഷെ ഒരു കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പുള്ളത്, ലാലെന്ന് പറയുന്ന ഒരു ആക്ടർ, ഇപ്പോൾ ഇയാളെ ഒരു വലിയ സംഗീതജ്ഞനായിട്ടാണ് നമ്മൾ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സംഗീതജ്ഞനായിട്ടാണ് ആദ്യം പ്രസൻറ്റ് ചെയ്യുന്നത്. അത് ഇത്രയും മനോഹരമായിട്ട് ചെയ്യാൻ ആർക്കും കഴിയില്ല. കാരണം അയാളുടെ എന്താണ് ശരീരത്തിൻ്റെ ഉച്ച മുതലുള്ളകാൽ വരെ താളം നിറഞ്ഞു നിൽക്കുന്നൊരു മനുഷ്യനാണ് അല്ലേ. അയാളെ ഓരോ ചലനങ്ങളും അതിന് താളമുണ്ട്, അയാൾ പറയുന്ന ഡയലോഗുകൾക്കൊരു താളമുണ്ട്. അപ്പോൾ ആ ഒരു താളം ശരീരത്തിൽ പൂർണ്ണമായിട്ടും കൊണ്ടു നടക്കുന്നയാൾക്ക് ഒരു സംഗീതജ്ഞൻ്റെ വേഷം ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഏറ്റവും പ്രിസൈസ്ഡായിട്ടുള്ള, പ്രത്യേകിച്ച് ആ തുടക്കത്തിലെ കണ്ടക്ട് ചെയ്യുന്ന സീനിൽ, കൺസേർട്ട് കണ്ടക്ട് ചെയ്യുന്ന സീനിൽ അയാൾ എന്തുമാത്രം അയാളുടെ വിരലുകളുടെ ചലനങ്ങൾ, അയാളുടെ മുഖം, അയാളുടെ അതങ്ങനെ ശരീരം കൊണ്ടുപോലും അയാൾ അതിൻ്റെ ഭാഗമായി അങ്ങോട്ട് ലയിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആക്ടറെ നമ്മൾ എവിടെയും പ്ലേസ് ചെയ്താലും വിശ്വസനീയമായ രീതിയിൽ അതിനെ ആക്ട് ചെയ്ത് അതിനെ നമ്മളെ നമുക്ക് തിരികെ തരുന്ന ഒരാളാണ്. അപ്പം ഞാൻ വിനീതേട്ടനോട് അടുത്തതായി ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, വിനീതേട്ടൻ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ വലിയൊരു കാര്യം ചേട്ടൻ ഒരു ഫിലിം മേക്കർ കൂടിയാണ്. അപ്പം ഫിലിം മേക്കിങ്ങിൻ്റെ ഈ ഒരു സമയത്ത് ഏതെങ്കിലും തരത്തിൽ ദേവദൂതൻ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ? ഫിലിം മേക്കിങ്ങിൻ്റെ സമയം, ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന സമയത്തോ? സിനിമ ഇപ്പോൾ ഞാൻ സിനിമ അക്കാഡമിക്കായിട്ട് പഠിച്ച ഒരാളല്ല സംവിധാനം ചെയ്യുന്നത്. ഞാനെപ്പോഴും ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറയുടെ മുമ്പിൽ നടനായിട്ട് കുറേ വർഷങ്ങൾ നിന്നിട്ട്, പക്ഷേ ചെറുപ്പം തൊട്ടേ എനിക്ക് വീട്ടിൽ ക്യാമറ ഉണ്ടായിരുന്നു. അച്ഛൻ ഫോട്ടോഗ്രാഫറായിരുന്നു. അപ്പോൾ അന്ന് വളരെ അമച്വറായിട്ടുള്ള കുറേ ഷോർട്ട് ഫിലിംസും അനിയനെയും അനിയത്തിനെയും ഒക്കെ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അന്ന് VCR ഉം VCP ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്, അതിന് സൗണ്ട് കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടുള്ള ഈ ജേണിയിൽ പല സിനിമകളും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാകും, പല മേക്കേഴ്സിൻ്റെയും മേക്കിംഗ് പാറ്റേൺ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാകും. അതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ വർക്ക് ചെയ്തിരിക്കുന്നത് സിബിസാറിൻ്റെ കൂടെയാണ്. അപ്പോൾ സിബിസാർ എന്നെ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല, പക്ഷേ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാകും. ഒരു ആക്ടറിനെ മോൾഡ് ചെയ്യുന്നതിലും ആക്ടറിന് എങ്ങനെയാണ് ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളത്, അത് എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും സിബിസാറാണ്. അപ്പോൾ ആ രീതിയിൽ ദേവദൂതനും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ, അതിൻ്റെ ടെക്നിക്കൽ സൈഡിലുള്ള ഒരു പെർഫെക്ഷൻ, അതെപ്പോഴും എല്ലാ കാലത്തും, അത് സിനിമയെ ഇഷ്ടപ്പെടുന്ന, സിനിമയെ സീരിയസ് ആയിട്ട് കാണുന്ന ഏതൊരാൾക്കും അതിനകത്ത് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ടാകും. അപ്പോൾ ആ രീതിയിൽ ഞാനൊരു ബോധപൂർവമായിട്ടൊരു ശ്രമം നടത്തിയിട്ടോ അല്ലെങ്കിൽ ദേവദൂതനിൽ ഇന്നത് ഞാൻ ഓർക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ല, ആ സിനിമ തീർച്ചയായിട്ടും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാകും. സിനിമയേക്കാൾ ഉപരി അത് മേക്കറാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. ഞാനൊരു ഫിലിം മേക്കർ ആവുന്ന സമയത്ത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സിയാദ് സാർ 24 വർഷങ്ങൾക്ക് മുൻപേ ഷൂട്ട് ചെയ്തൊരു സിനിമ, ഫിലിമിലാണ് നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര വർഷങ്ങൾക്ക് ശേഷം അതൊന്ന് റീമാസ്റ്റർ ചെയ്ത് ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യകളുടെ അകമ്പടിയോടുകൂടി തിയേറ്ററിൽ എത്തിക്കുന്ന സമയത്ത് ഒരു പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് സാറിന് നേരിടേണ്ടി വന്ന ചാലഞ്ചസ് അല്ലെങ്കിൽ ഹേർഡിൽസ് ആയിരുന്നു? അല്ല, എനിക്ക് ചലഞ്ചസ് ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ബിക്കോസ് ഞാൻ തേടി എനിക്ക് കിട്ടി, അത്രയേ ഉള്ളൂ. എന്ന് കഴിഞ്ഞാൽ നെഗറ്റീവ്സ് ഇപ്പോൾ അറിയാമല്ലോ, ടെലിലോട്ട് ഫിലിംസിൽ നിന്ന് മാറി ഡിജിറ്റൽ യുഗത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പ്രസാദ് ലാബിലാണ് ഞാൻ ചെയ്തത്. പ്രസാദൊക്കെ അടച്ചു പൂട്ടി. പക്ഷേ എനിക്ക് എന്തോ ഭാഗ്യമുണ്ട് ഈ സിനിമക്ക്. അപ്പോൾ ഇതിൽ ആ ഭാഗ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ നെഗറ്റീവ് കിട്ടി. പിന്നെ അതേമാതിരി തന്നെ സൗണ്ട് ട്രാക്ക്, അന്ന് DTSലാണ് ഞങ്ങൾ ചെയ്തിരുന്നത്, സ്റ്റീരിയോ സൗണ്ടാണ്. അത് നമ്മുടെ എന്താ പറയുക, ശ്രീധർ എന്ന് പറയുന്ന ഒരു സൗണ്ട് എഞ്ചിനീയർ, അന്നത്തെ കാലത്ത് മറ്റേ AR റഹ്മാൻ്റെ എല്ലാം മെയിൻ മിക്സിംഗ് മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മിക്സിംഗ് ഇതുണ്ടായിരുന്നു. വിദ്യാസാറിൻ്റെ എന്താ പറയുക, വൺ ഓഫ് ദി ബെസ്റ്റ് റീ റെക്കോർഡിങ് ആൻഡ്
സോങ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഈ സൗണ്ട് ട്രാക്കിൽ, അതായത് സ്റ്റീരിയോ ആയിട്ട് ചെയ്തത് കൊണ്ടിട്ട്, അന്ന് ഈ ഡിഫറെൻറ്റ് ട്രാക്സിൽ ചെയ്ത് കൊണ്ടിട്ട് ആണ് അത് എനിക്ക് ലഭിച്ചു. ഇതെല്ലാം ഞാൻ ഉത്തരവാദിത്തം പറയുന്ന ഇതിൻ്റെ ഇപ്പം ഞാൻ കോക്കേഴ്സ് ഫിലിംസിൽ നിന്ന് കോക്കേഴ്സ് മീഡിയ എൻ്റർടൈൻമെൻറ്റ്സിലേക്ക് എൻ്റെ മകൾ ആണ് പ്രൊഡ്യൂസറായിട്ട് നിൽക്കുന്നതും അവളാണ് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ട്രൂപ്പിൽപ്പെട്ട അവർക്കൊരു വലിയ വിങ്ങുണ്ട്. ആ വിങ്ങിൽപ്പെട്ട ബോണി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇതെല്ലാം പോയി കണ്ടെത്തുകയും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം ഒരു നല്ല സിനിമാ ആസ്വാദകനാണ്, മെജോറിറ്റി സിനിമകളും കാണും, ഇവരുടെ ഇതിലുള്ളതാണ്, ഞങ്ങളുടെ കമ്പനിയിലുള്ളതാണ്. പക്ഷെ മെയിൻ പോസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സെർച്ചിലാണ് ഇതെല്ലാം അവൈലബിൾ ആയത്. അതെനിക്ക് പ്രതിപാദിക്കാൻ ഇരിക്കാൻ പറ്റില്ല. ബിക്കോസ് അങ്ങനെ ഒരു ഡെഡിക്കേറ്റ് പേഴ്സണാലിറ്റി എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടിട്ടാണ് ഇതെല്ലാം സാധ്യമായത്. ആൻഡ് സെയിം ടൈം അത് സാധ്യമായ സമയത്ത് തന്നെ ഞങ്ങൾ പലപ്പോഴായിട്ട് ഞാനും സിബിയും രഘുവും എല്ലാം ഇതിനെപ്പറ്റി, ഇതിൻ്റെ ഈ ഫെയിലിയറിനെ പറ്റിയൊക്കെ ഞങ്ങൾ സംസാരിക്കും. അപ്പോൾ സിബിക്ക് ആക്ച്വലി ഇതൊന്ന് റീമേക്ക് ചെയ്യണം. അത് വേറെ റീമേക്ക് ഇൻ ദി സെൻസ് വേറെ ലാംഗ്വേജിലേക്ക് പോകണം. എന്ന് വെച്ചാൽ ഇത് നമ്മുടെ തോട്ട് തെറ്റല്ല എന്ന് വരുത്താൻ വേണ്ടി, അതിന് ആൾക്കാരെ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന് വേറെ ലാംഗ്വേജിൽ വരെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഡിസ്കസിങ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇത് 4Kയിലേക്ക് റീമാസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം സിബിയും ഞാനും കൂടിയാണ് അത് പോയി കാണുന്നത്. കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. ബിക്കോസ് ഇന്നത്തെ കളറേഷനിൽ, ഇന്നത്തെ ഫിലിം കളറേഷൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു എൻഹാൻസ്മെൻ്റാണ് ഇതിൽ കണ്ടത്. വളരെ കളറേഷൻ കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. അതൊന്ന്. രണ്ടാമത് സൗണ്ട് സൈഡ് ഇപ്പം ഞാനത് കൂടുതൽ ഇത് പറയുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് സൈഡ് ഈസ് എക്സലൻറ്റ്. അറ്റ്മോസിലും അതേമാതിരി തന്നെ 7.1 ഒക്കെ വരുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ സിബി തീർച്ചയായിട്ടും അതിൽ ചില എഡിറ്റിങ്ങും കാര്യങ്ങളും ഷോർട്ട് റീപ്ലേസ്മെൻ്റ് ഒക്കെ നടത്തിയപ്പോൾ ഇന്ന് താങ്കൾ കണ്ട ദേവദൂതനല്ല. അത് നിങ്ങളൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിൽ നിങ്ങൾ ഈ റിലീസിന് ഈ സിനിമ പോയി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യം അതാ. കാര്യം ദേവദൂതനിലെ പാട്ടുകളിലെ പല ഫ്രെയിംസും ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നമുക്കൊരു ആർട്ടായിട്ട് നമ്മുടെ ഭിത്തിയിൽ തൂക്കിയിടാൻ പാകത്തിന് അത്ര മനോഹരമായിട്ടുള്ള, അതൊക്കെ ഒന്ന് 4Kയിൽ റീമാസ്റ്റർ ചെയ്ത് കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ സാർ, എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളൊരു കാര്യം, സാറിൻ്റെ ആദ്യകാല സിനിമകൾ തൊട്ട് ഇങ്ങോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആകാശദൂതിലെ ആനി, കിരീടത്തിലെ സേതുമാധവൻ, സമരൻ ബത്ലഹേമിലെ അഭിരാമി, അതുപോലെ ദേവദൂതനിലെ ഏഞ്ചലീന ഇഗ്നേഷ്യസ്, ഈ കഥാപാത്രങ്ങളുടെ ഒക്കെ ഒരു ഇമോഷനും ആൾക്കാരുടെ ഒരു ഇമോഷനായിട്ടുള്ള ഒരു കണക്ഷൻ നല്ല രീതിക്ക് വർക്കൗട്ട് ആകുന്നതുകൊണ്ടാണ് ആൾക്കാർ അതിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ആകുന്നത്. ആ ഒരു മാജിക് എങ്ങനെയാണ് സംഭവിക്കുന്നത് പറഞ്ഞുതരാം. അല്ല, ഈ കഥാപാത്രങ്ങളൊക്കെ എഴുതുന്ന ഒരാൾ ഉണ്ട് എൻ്റെ പുറകിൽ. ഈ പറയുന്ന കഥാപാത്രങ്ങളൊക്കെ എഴുതി എൻ്റെ മുന്നിലേക്ക് തരുന്നത് വലിയ പ്രഗത്ഭരായ എഴുത്തുകാരാണ്. ലോഹിതദാസ് ആയാലും രഞ്ജിത്ത് ആയാലും രഘുനാഥ് പലേരി ആയാലും ഇവരൊക്കെ എഴുതി തരുന്നതിനെ ഞാൻ സ്ക്രീനിലേക്ക് എത്തിക്കുന്ന ഒരു ടൂളാണ്. ഞാൻ അതിൻ്റെ ഒരു ഇടനിലക്കാരനാണ്. അല്ലേ, കടലാസിൻ്റെയും സ്ക്രീനിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു എന്താണ്, ഒരു കാറ്റലിസ്റ്റായിട്ടാണ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് അങ്ങനെയാണ് ഞാൻ കാണുന്നത്. നമ്മൾ എഴുതി തരുമ്പോൾ എത്രമാത്രം മികവോടെ അവർ എഴുതുന്നോ അത്രയും മിഴിവ് ഈ കഥാപാത്രത്തേക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ എന്നെ പ്രചോദിപ്പിക്കുന്ന അവരുടെ എഴുത്തിൻ്റെ ശക്തിയാണ്. ആ കഥാപാത്രത്തെ അവർ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ആ ഡിഫൈൻ ചെയ്ത കഥാപാത്രത്തെ ഞാൻ മനസ്സിലാക്കിയ ശേഷം അത് അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അവരത് ഏറ്റവും നന്നായിട്ട് നമുക്ക് തിരിച്ചു തരികയും ചെയ്യും. ഈ പറഞ്ഞ കഥാപാത്രങ്ങളല്ല, അത് ഡെന്നിസ് ജോസഫ് എഴുതിയതാണ് ആനിയുടെ കഥാപാത്രമെങ്കിൽ, രഞ്ജിത്ത് എഴുതിയാണ് അഭിരാമി, ഇതുവരെയൊക്കെ എഴുതിയിരിക്കുന്നു. ലോഹി തന്നെ എത്രയോ സ്ത്രീ കഥാപാത്രങ്ങളെ നമുക്ക് തന്നിരിക്കുന്നു. അപ്പം അവരുടെ ഒരു പങ്കിനെ നമുക്ക് മറന്നുകൊണ്ടും മാറ്റിവെച്ചുകൊണ്ടും നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അത്രമാത്രം ക്ലാരിറ്റിയോടെ ഒരു കഥാപാത്രത്തെ അവർ സ്കെച്ച് ചെയ്യുന്നുണ്ട് എഴുത്തിലൂടെ. അത് നമുക്ക് അതൊന്ന് വിഷ്വൽ ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുക മാത്രമേ ഉള്ളൂ നമ്മളുടെ ഡ്യൂട്ടി. അതുപോലെ തന്നെ സാറേ, ഈ സിനിമ എഴുത്ത് രൂപത്തിലുള്ളപ്പോൾ മുതൽ സാറിന് അറിയാം. അതുപോലെ ഇത് പിന്നീട് ഷൂട്ട് ചെയ്ത് വരുന്ന സമയത്ത് വിദ്യാസാഗർ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് ഡയറക്ടറുടെ കോൺട്രിബ്യൂഷൻ ഇതിനെ എലിവേറ്റ് ചെയ്യാൻ എന്തുമാത്രം സഹായിച്ചിട്ടുണ്ട്?
എക്സ്പീരിയൻസ്? അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു പ്രധാന എലമെൻറ്റ് മ്യൂസിക്കാണ്. മ്യൂസിക് ഇല്ലാതെ ഈ സിനിമയ്ക്ക് ഒരു നിലനിൽപ്പില്ല. കാരണം മ്യൂസിക് ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം മുറിച്ച് കളഞ്ഞ പോലെയായി ഇപ്പം. കാരണം മ്യൂസിക്കിലൂടെയാണ് ഈ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കിൻ്റെ സപ്പോർട്ട് സിനിമയ്ക്ക് ആവശ്യമുണ്ട്. അതിന് ഏറ്റവും യോഗ്യനായിട്ട് നമുക്ക് നമ്മുടെ മുമ്പിൽ ഞങ്ങൾ ഒരുമിച്ച് എടുത്ത തീരുമാനമാണത്. വിദ്യാസാഗറാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ എഴുത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ നമ്മൾ വിദ്യാസാഗറിനെ എഴുതിയ സ്ക്രിപ്റ്റ് ആദ്യ ഘട്ടത്തിലെ എഴുതിയ സ്ക്രിപ്റ്റിൻ്റെ പൂർണ്ണരൂപം വായിച്ച് കേൾപ്പിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് അതിന് രണ്ടാം ഘട്ട എഴുത്തിലേക്ക് പോകുന്നത്. അപ്പം വിദ്യാസാഗർ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ തുടർച്ചയായിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും സിനിമകൾ അദ്ദേഹം അതിന് തൊട്ട് മുമ്പ് ചെയ്തിരുന്നു. അപ്പം ഞങ്ങൾ തമ്മിൽ നല്ലൊരു സൗഹൃദം അതിൻ്റെ ഇടയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം കാരണങ്ങളാണ്, വിദ്യാസാഗർ ഇതിൻ്റെ ഭാഗമായി തീരാനുള്ള കാരണമാണ്. ഓക്കെ, എനിക്കിനി നിങ്ങളോട് 3 പേരോടായിട്ടൊരു ചോദ്യം ചോദിക്കാനുള്ളത്. ഇപ്പം അന്നത്തെ കാലത്ത് ഈ സിനിമ ചെയ്യുമ്പോൾ വേറൊരു സെറ്റ് ഓഫ് ഓഡിയൻസ് ആയിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. ഇന്നത്തെ കാലം എന്ന് പറയുമ്പോൾ സിനിമ ഒരുപാട് സ്ക്രൂട്ടണി ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പം ഇങ്ങനെയുള്ളൊരു ഓഡിയൻസിന് മുമ്പിലോട്ട് വീണ്ടും ഈ ഒരു സിനിമ എത്തിക്കുമ്പോൾ നിങ്ങളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇൻഡിവിജ്വലി അറിഞ്ഞാൽ കൊള്ളാം. സാറിനെ എക്സൈറ്റ് ചെയ്യിക്കുന്ന കാര്യം എന്താണ്? പ്രധാനമായിട്ട് ഈ സിനിമ രണ്ടാമത് വരാൻ കാരണം ഇത് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വലിയ പുതിയ തലമുറയിലെ ചെറുപ്പക്കാരാണ്. അവരുടെ ഡിസ്കഷനിൽ നിന്നാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നത്. കാരണം ഈ സിനിമ തിയേറ്ററിൽ കാണാൻ ഞങ്ങൾക്ക് പറ്റുമോ എന്നുള്ളൊരു ചർച്ചകൾ അവരുടെ ഇടയിൽ നടക്കുമ്പോൾ ഈ സിനിമ കാണാൻ പരുവപ്പെട്ട ഒരു തലമുറ ഇവിടെ ഉണ്ടായി വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. 2000 ഇത് സ്ക്രീനിലെത്തിയപ്പോൾ ഇതിനെ ഉൾക്കൊള്ളാൻ ആ കാലഘട്ടത്തിൽ ഈ സിനിമയുടെ നറേറ്റീവിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പ്രേക്ഷകരായിരിക്കില്ല. അല്ലെങ്കിൽ അവർ ഇങ്ങനെ ഒരു സിനിമയല്ല അക്കാലത്ത് പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ ഇന്ന് ആ സിനിമ യൂട്യൂബിലൊക്കെ കണ്ട് നിങ്ങളെപ്പോലെ കണ്ട പലരും അതിൻ്റെ പരാജയത്തിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ സിനിമയുടെ ക്വാളിറ്റിയിൽ അവർ കണ്ടെത്തിയ സവിശേഷതകളെക്കുറിച്ചൊക്കെ അവർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഇത് തിയേറ്റർ റിലീസിനെ പറ്റിയുള്ള ചർച്ചകൾ അവരുടെ ഇടയിൽ നടക്കുന്നതും. അത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഒരുപാട് പേരിങ്ങനെ ഇതൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിനായിട്ട് കാത്തിരിക്കുന്നുള്ള ബോധ്യമുണ്ടാകുന്നത്. അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സിനിമയെ പറ്റി പറയുന്നത് എന്താണ്, കാലത്തിന് മുമ്പേ പിറന്ന, കാലം തെറ്റി പിറന്ന എന്നൊക്കെ പറയുന്ന അതിനെയൊക്കെ നമ്മൾ മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പോഴാണ് ഈ സിനിമയുടെ കാലം. ഈ കാലഘട്ടത്തിൽ സംഭവിക്കേണ്ട സിനിമയാണ് എന്നുള്ളൊരു ചിന്തയാണ് നമുക്കുള്ളത്. സിയാദ് സാർ, ഈ പറഞ്ഞ ആ കാലഘട്ടത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പോൾ ഓഫ് കോഴ്സ് എന്ന് വെച്ചാൽ 2000 ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന ആ ഫിലിമിൽ വന്നിരിക്കുന്ന സൗണ്ട് സൈഡിലാണെങ്കിൽ മറ്റേ അറ്റ്മോസ് സൗണ്ട് സിസ്റ്റം ഞാൻ DTS ചെയ്തു എന്നുള്ള സത്യമുണ്ട്. പക്ഷേ അന്ന് അറ്റ്മോസ് ഇല്ല. പിന്നെ ഈ പറയണ മറ്റേ എന്താ പറയുക 4K റെസൊല്യൂഷൻ എന്ന് പറയുന്ന അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. പിന്നെ ട്രെയിലർ എന്ന് പറയുന്ന സംഭവം ഇല്ല അന്ന് കാലത്ത്. പിന്നെ പബ്ലിസിറ്റിക്ക് ഞങ്ങൾ ആകെ ആശ്രയിക്കേണ്ടത് മറ്റേ പേപ്പറിന് മാത്രവും, പോസ്റ്റേഴ്സും പേപ്പറും. അന്ന് കട്ടൗട്ടും ഇല്ല, ഈ പറയുന്ന മാതിരി ഫ്ലോഡിംഗ് ബോർഡ്സോ പ്ലാസ്റ്റിക് ഇതോ ഒന്നുമില്ല. അപ്പം ലിമിറ്റഡ് ആയിട്ടുള്ള പബ്ലിസിറ്റി അന്ന് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുറവ്. അത് ഇന്ന് ഇപ്പം നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് ഇങ്ങനെ ഒരു റിലീസ് ചെയ്ത പടത്തിന് വേണ്ടിയാണ് അല്ലേ? പക്ഷേ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു പുതിയ പടത്തിന് വേണ്ടിയാണ്. നിങ്ങളൊന്നും കാണാത്ത ഒരു ദേവദൂതന് വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. ആ ഡിഫറൻസ് അത് നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള കുറേ ആൾക്കാർ ഇത് കണ്ടിട്ട് ഇനിയും കാണണമെന്ന് ആവശ്യപ്പെടുന്ന ആയിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും തന്നെ ഉണ്ട്. പിന്നെ ഞാൻ രഘുനാഥ് പരയുടെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ 2000 പ്രണയത്തിന് വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ ജനറേഷനാണ് പ്രണയം എന്താണെന്ന് മനസ്സിലാക്കണം. ബിക്കോസ് സിബി പറഞ്ഞ മാതിരി ഇത് ശരിക്കും പറഞ്ഞാൽ മിസ്റ്ററിയിൽ കൂടെ പറയുന്ന പ്രണയത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ സ്നേഹിക്കാൻ അറിയാവുന്നവർക്കേ ആ വിരഹം മനസ്സിലാവുള്ളൂ. അതിന്നാണ് ഈ കുട്ടികൾക്ക് അല്ലെ ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും അത് അദ്ദേഹം പറഞ്ഞ വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അക്കാലത്ത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, രഹസ്യമായ പ്രണയമോ
രഹസ്യമായിട്ടുള്ള ഒളിച്ചോട്ടൊക്കെ നടക്കുന്ന സമയമായിരുന്നു. അപ്പൊ ഇന്ന് അതല്ല, ഇന്ന് ഓപ്പൺലി ദേ ആർ ടെല്ലിംഗ് ടു പാരന്റ്സ് ലൈക്ക് ഇങ്ങനെ എനിക്ക് അയാളായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം അവരും ഇവരും തമ്മിൽ ഷെയർ ചെയ്യും. എന്തെന്നാ പറയുക, ഫ്രീക്ക് ഔട്ട് ഉണ്ടാവും. അങ്ങനെ അത്രയും ഒരു വാസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്ന ജനറേഷൻ്റെ ചേഞ്ച് അത് ഈ കാലത്താണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ വയ്ക്കുമ്പോഴത്തേക്കും ഞാൻ ഒരു വല്ലാത്തൊരു ഫീലിങ്ങിലാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കഥാപാത്രം തന്നെയാണോ ഞങ്ങളെ ഹോൾഡ് ചെയ്ത് ഇവിടെ എത്തിച്ച് ഈ സാധനങ്ങളൊക്കെ അവൈലബിൾ ആക്കിയത്? അത് ഈ പറഞ്ഞ പോലെ ദിൽ മഹേഷ് എന്ന് പറയുന്ന അദ്ദേഹമാണോ? അത് ആർക്കോ ആരോട് എന്തോ പറയാനുണ്ട് എന്ന് പറയുന്ന ടാഗ് ലൈനിൽ പറയുന്ന മാതിരിയാണ് ഇത് സംഭവിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഈ റീ റിലീസുകൾ ഇപ്പം നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു സമയം കൂടിയാണ്. അപ്പം ഈ പഴയ ഒരുപാട് കൾട്ട് ക്ലാസിക് സിനിമകൾ റീ റിലീസിനായിട്ട് വരുന്നുണ്ട്, പുതിയ റീമാസ്റ്റേർഡ് വേർഷൻസ് ആയിട്ട്. അപ്പം ഇങ്ങനെ റീ റിലീസുകൾ ഒരു സിനിമ വ്യവസായത്തെ എന്തുമാത്രം സഹായിക്കുന്നുണ്ട്? ഇത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാ വ്യവസായത്തിനെ പറ്റിയല്ല സംസാരിക്കേണ്ടത്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത് കോക്കേഴ്സ് ഫിലിംസിൻ്റെ ജേണിയിലെ വൺ ഓഫ് ദി ക്ലാസിക് പിക്ചർ. അത് സിബി മലയിൽ, രഘുനാഥ് പലേരി, ഞാൻ എന്നുള്ള കോമ്പിനേഷനിലാണ് അത് പിറന്നത്. അന്ന് അതിൻ്റെ ലക്ഷ്യം കണ്ടില്ല. ആ ലക്ഷ്യം, ഞങ്ങളുടെ ലക്ഷ്യം കറക്റ്റാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ റിവ്യൂ സംഭവിക്കുന്നത്. അല്ലെ ഇൻഡസ്ട്രീനെ നോക്കിയിട്ടോ എൻ്റെ പേഴ്സണൽ ബെനിഫിറ്റ്സ് നോക്കിയിട്ടോ ഒന്നുമല്ല. ഞങ്ങൾക്കിത് വ്യക്തമായിട്ട് കാണിക്കണം, ഞങ്ങളുടെ തോട്ട് പ്രോസസ്സ് ശരിയായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്. പക്ഷേ ഞങ്ങളൊക്കെ എന്തെന്നാ പറയുക, ഭയങ്കര എക്സൈറ്റഡ് ആണ്. വിനീതാണെങ്കിലും ഞാനാണെങ്കിലും സിബി ആണെങ്കിലും രഘു ആണെങ്കിലും ഒക്കെ എക്സൈറ്റഡ് ആണ്. ബിക്കോസ് ഇതിന് ഇത്ര ഒരു പബ്ലിസിറ്റി വരികയും ഓഡിയൻസിൻ്റെ റിയാക്ഷൻ വന്നു തുടങ്ങി. ബിക്കോസ് എല്ലാ തിയേറ്റേഴ്സിലും ടിക്കറ്റ് റിസർവേഷൻ്റെ ഓപ്പണിംഗ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവാനുഗ്രഹം കൊണ്ടിട്ട് ഞങ്ങൾ അതല്ല എയിം ചെയ്ത്, പ്രേക്ഷകർ എങ്ങനെ വിലയിരുത്തും എന്നുള്ളതാണ് എയിം ചെയ്തത്. പക്ഷേ ഇന്നിപ്പം പല തിയേറ്റേഴ്സിലും ടിക്കറ്റ് ബുക്കിംഗ് ഫുള്ളായി വന്നു. അപ്പോൾ പ്രേക്ഷകർ അതിനോട് ഇഷ്ടപ്പെട്ടു, അതിലേക്ക് വരുന്നു എന്നറിയണതാണല്ലോ നമ്മുടെ ഇതിൻ്റെ ലക്ഷ്യം. അത് അതേമാതിരി സംഭവിക്കുന്നു എന്ന് കാണുന്നതിൽ സംതൃപ്തിയാണ്. വിനീതിനാണെങ്കിലും എനിക്കാണെങ്കിലും സിബിക്കാണെങ്കിലും രഘുവിനാണെങ്കിലും വിദ്യാസാഗറിനും ഡെഫിനറ്റായിട്ട് ഈ മെസ്സേജൊക്കെ പോയിട്ടുണ്ട്. ഇൽക്കം. ഓക്കെ, വിനീതേട്ടാ, അപ്പോൾ വിനീതേട്ടൻ്റെ അടുത്ത് നിന്ന് എനിക്കറിയേണ്ടത്, കഴിഞ്ഞ ദിവസം നടന്നൊരു പ്രസ് മീറ്റിൽ ചേട്ടൻ പറഞ്ഞു ആ ഹമ്മിങ്, അലീന എന്നുള്ള ഹമ്മിങ് അന്നത്തെ കാലത്ത് തിയേറ്ററിൽ കേട്ടപ്പോൾ തന്നെ വല്ലാത്തൊരു ഗൂസ് ബം മൊമെൻ്റ് ആയിരുന്നു. അപ്പം ആസ് എൻ ഓഡിയൻ, ആസ് എൻ ആക്ടർ ഈ സിനിമ ഇറങ്ങുന്നതിൽ എന്തുമാത്രം എക്സൈറ്റഡ് ആണ്? അതൊരു കാര്യം പറയാം. ഈ സിനിമ ഇപ്പോൾ ചില സിനിമകൾ നമ്മളിപ്പോൾ റീ റിലീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സിനിമ കൊണ്ടുവരുമ്പോൾ അതിന് ചില ഘടകങ്ങൾ സപ്പോർട്ടീവ് ആവും. ഇപ്പോൾ ദേവദൂതനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതിനകത്ത് ടൈമും സ്പേസും ഡിഫൈൻഡ് അല്ല. ചില പീരിയോഡിക് സിനിമകൾ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ ആ സിനിമയിൽ ഇല്ല. ആ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ചില സിമ്പിൾസും അങ്ങനെയില്ല. ആ സിനിമ ഏത് കാലത്തും നമുക്ക് പറയാം, ഏത് സ്പേസിലും പറയാം, അത് എവിടെയും പറയാം എന്നുള്ളതാണ് ആ സിനിമയുടെ ഒരു അതിനൊരു യൂണിവേഴ്സൽ സാധ്യതയുണ്ട്, പോസിബിലിറ്റി ഉണ്ട്. ആ പോസിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ദേവദൂതൻ ഇന്ന് ഇറക്കുമ്പോഴും അത് ഫ്രഷ് ആയിരിക്കും. ഇപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യം 3 പേരോടും കൂടി ചോദിക്കുന്നു പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്നില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ശരി ഞാനത് പറയണമെന്ന് വിചാരിച്ചിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അത് ഇന്നത്തെ ഓഡിയൻസിന് അത് എങ്ങനെ സ്വീകരിക്കപ്പെടും എന്നുള്ളതിൻ്റെ ഒരു കൗതുകമുണ്ട് എനിക്ക്. പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ, അതിനകത്തുള്ളൊരു കോൺഫിഡൻസ് ഈ സിനിമയുടെ പുറത്തുള്ളത് നമ്മൾ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകനായതുകൊണ്ടും സിനിമയെ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ടും ഞാൻ പറയുന്നതാണ്. ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇതൊരു പ്രത്യേകതയാണ്. അത് റീ റിലീസ് എന്ന് പറഞ്ഞു വരുമ്പോൾ നമുക്ക് പഴയ ഭാഷയോ അല്ലെങ്കിൽ പഴയ വസ്ത്രങ്ങളായാലോ ഒന്നുമില്ല. മ്യൂസിക് ആയാലും വളരെ കണ്ടംപററി ആയിട്ടുള്ള ഏറ്റവും എന്തൊരു മഹാനുഭാവിലൊക്കെ നമുക്ക് വെറുതെ ഡ്രൈവ് ചെയ്യുമ്പോൾ കേൾക്കാൻ ഇത്രയും മനോഹരമായിട്ടുള്ള സൗണ്ടിങ് ഉള്ള ഏത് സോങ്ങാണ് ഇപ്പോഴുള്ളത്? ഞാൻ പറയുന്നത് അന്നത്തതും ഇന്നത്തതുമായിട്ട് കമ്പാരിസൺ ചെയ്യല്ല, പക്ഷെ അത്രമാത്രം കണ്ടംപററി ആയിട്ട് ഏത് കാലത്തും നമുക്ക് പ്രസന്റ് ചെയ്യാവുന്ന ഒരു സിനിമയാണ് ദേവദൂതൻ. അപ്പോൾ അത് ഇന്നത്തെ ഓഡിയൻസ് കാണുമ്പോൾ അവർ ഓൾറെഡി കണ്ട് അതിനെ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്പേസിലാണല്ലോ. ഇപ്പോൾ സിയാദ് പറഞ്ഞതുപോലെ നമുക്ക് ടിക്കറ്റ് ബുക്കിംഗ് കാണുമ്പോഴൊക്കെ ഒരു പുതിയൊരു സിനിമ ഇറങ്ങുന്ന അതേ എക്സൈറ്റ്മെന്റിലാണ് പ്രേക്ഷകർ അത് കാണുന്നതെന്ന് കാണുമ്പോൾ സർപ്രൈസിങ് ആണ്, എക്സൈറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ദേവദൂതൻ, somebody wants to say something to someone. ഫൈനൽ. ഓക്കെ, പേടിപ്പിച്ചു. തട്ടണ്ട പതുക്കെ തുറന്നു നോക്കിയാൽ അത് പറഞ്ഞപ്പോൾ തന്നെ. ഓക്കെ,
അപ്പൊ ദേവദൂതൻ ഈ ക്രൂവിന് എന്താ പേടിച്ച് തലച്ചിട്ട് ബാത്റൂമിൽ കയറാൻ പിന്നെ ബാത്റൂമിൽ തട്ടും വേഗം ഇറങ്ങി എല്ലാ പ്രാവശ്യവും തട്ടും അതുകൊണ്ട് ഇതിനെ ബ്രേക്ക് ചെയ്യും പിന്നെ സമയം കൂടത്തേ ഉള്ളൂ പതുക്കെ തുറന്നു നോക്കി ഇവരെയൊന്ന് കണ്ടാൽ മതി. ഓക്കെ. അപ്പോ ദേവദൂതൻ സംബഡി വാണ്ട്സ് ടു സേ സംതിങ് ടു സംവൺ, ഇത്ര മനോഹരമായ ഒരു ക്ലാസിക്, ഒരു മാജിക്കൽ മൂവി എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു സിനിമ മലയാളത്തിനെ സംബന്ധിച്ച ഈ ക്രൂവിന് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഇതൊരു പക്ഷേ ഇനിയും 24 വർഷം കഴിയുമ്പോൾ റിലീസ് ചെയ്യുമായിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. ബിക്കോസ് അന്നും ഇതിൻ്റെ കോസ്റ്റ്യൂംസോ മ്യൂസിക്കോ ഒന്നും ഔട്ട്ഡേറ്റഡ് ആകില്ല. ഐ എം ഷുവർ അബൌട്ട് ദാറ്റ്. ആൻഡ് ഡെഫിനറ്റ്ലി ഇപ്പം നമുക്കറിയില്ല, നമ്മളിപ്പം ഓരോ ആക്ടേഴ്സും ചിലപ്പോൾ അവരുടെ ക്ലാസിക് എന്ന് പറയുന്ന, ഇപ്പോൾ മോഹൻലാലിനെ ഉദ്ദേശിച്ചിട്ട്, ജയപ്രദനെ ഉദ്ദേശിച്ചിട്ട്, മറ്റേ വിദ്യാസാഗറിനെ ഉദ്ദേശിച്ചിട്ട്, ഇവരുടെയൊക്കെ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ് ലെഗസി എന്ന് പറയുന്ന സംഭവം. അത് പറഞ്ഞ് അടുത്ത ജനറേഷന് കൊടുക്കുമ്പോഴത്തേക്ക് അവർ ഈ പടങ്ങൾ കാണും. ഇങ്ങനെയുള്ള സെലക്റ്റഡ് പിക്ചേഴ്സ് കാണുമ്പോഴാണല്ലോ അവർക്ക് ആ ഒരു ലെഗസീനെ പറ്റി എന്താണ് ഏതാണ് എന്ന് മനസ്സിലാവുന്നത്. ചിലപ്പോൾ അത് കാരണം ഇനിയും റിലീസ് പ്രതീക്ഷിക്കാം ഈ സിനിമയെ ഉദ്ദേശിച്ചു. സിബി സാർ? അല്ല, ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമാണ്. ഒരു പരാജയപ്പെട്ട സിനിമ വീണ്ടും കാണാനായിട്ടൊരു തലമുറ ഉണ്ടായി വരുന്നു, അവരതിനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് ആ സിനിമ ഒരു പുതിയ എല്ലാ സാങ്കേതികതകളും ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ടെത്തുമ്പോൾ കാണാനെത്തുന്ന പ്രേക്ഷകരോട് പറയേണ്ടത്, നിങ്ങൾക്ക് നിങ്ങൾ മുമ്പ് ടെലിവിഷനിൽ കണ്ട അല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ട ആ ഒരു എക്സ്പീരിയൻസിനെയൊക്കെ മറികടക്കുന്ന വലിയൊരു ദൃശ്യാനുഭവം ഈ സിനിമ തിയേറ്ററുകളിൽ സമ്മാനിക്കും. അതുകൊണ്ട് ഈ തിയേറ്ററുകളിൽ വന്ന ഈ 4K റെസൊല്യൂഷനിൽ അല്ലെങ്കിൽ ഈ അറ്റ്മോസ് സൗണ്ട് ക്വാളിറ്റിയിൽ ഇത് ആസ്വദിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അവസരം വന്നിരിക്കുന്നു, അത് ഉപയോഗപ്പെടുത്തുക. ഓക്കെ. വിനീതേട്ടാ? പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ള ഇതാണ്, നമ്മൾ ചിലത് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയും. എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരിക്കലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കില്ല നിങ്ങൾ ചെയ്യുക. അത് ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും. പക്ഷേ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ, ഞാൻ പറയാ പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളത്, പറ്റുമെങ്കിൽ 2 തവണ കാണുക. ഒന്ന് വിഷ്വൽ കാണാൻ വേണ്ടിയിട്ട്, രണ്ടാമത് നിങ്ങൾ സൗണ്ട് മാത്രം ശ്രദ്ധിച്ച് നോക്കും. അത്ര ഞാനൊരു പ്രേക്ഷകനായിട്ട് പറയുന്നതാണ്, അല്ലാതെ ആ സിനിമയുടെ ഒരു ക്രൂ അല്ലെങ്കിൽ ആക്ടർ എന്നുള്ള രീതിയിൽ പറയുന്നതല്ല. അത്രയും ഞാൻ വെയിറ്റിംഗ് ആണ് ഈ സിനിമ എനിക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ എക്സ്പീരിയൻസിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ ഉണ്ടാവണം തിയേറ്ററിൽ നിന്ന് പറയാം. ഓക്കെ. അപ്പം 26-ാം തീയതി ഒന്നും കൂടെ ദേവദൂതൻ തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഗംഭീര വിജയം തന്നെ ആവട്ടെ. ഓൾറെഡി വിജയിച്ചു കഴിഞ്ഞു, എങ്കിലും തിയേറ്ററിൽ ഇത് നന്നായിട്ട് ഓടട്ടെ. ഇനിയും ഒരുപാട് കാലങ്ങൾ ആൾക്കാർ ഇതിനെപ്പറ്റി സംസാരിക്കട്ടെ. അപ്പം ഇത്ര നേരം ഞങ്ങളോട് സഹകരിച്ചതിൽ താങ്ക് യു.